നോർത്തിലുള്ള ആ ഫോർഡർ വില്ലയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ അടുത്ത കാലത്ത് എന്റെ ഹോം ടൗണിനെ കുറിച്ച് ഞാൻ കുറെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ആ സ്ഥലം അറിയാവുന്ന ഒരാളെ പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കൊച്ചുമക്കൾ പറയും വെബിൽ നോക്കി എന്തും കിട്ടുമെന്ന്. പക്ഷെ ഈ കാര്യത്തിൽ അത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആ സ്ഥലം അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. എന്റെ നാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഗ്രെഗ്. എനിക്കിപ്പോ 60 വയസ്സിന് മുകളിലായി. എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജോലിക്കായിട്ട് ഈ ഫോർഡർ വില്ലയിൽ പോകുന്നത്. ആ ജോലി അത്ര നല്ല ഒന്നല്ലായിരുന്നു. പിന്നെ ഞാൻ അവിടേക്ക് തിരിച്ചു പോയിട്ടില്ല. ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് എനിക്ക് തോന്നി. നിങ്ങളിത് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഫോർഡർ വില്ലയിലെ കൂടുതൽ കഥകൾ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫോർഡർ വില്ല നല്ലൊരു സ്ഥലമായിരുന്നു. എനിക്ക് പ്രായമായതുകൊണ്ടോ നൊസ്റ്റാൾജി അടിക്കുന്നതുകൊണ്ടോ പറയുന്നതല്ല. അവിടെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റോഡുകൾ നല്ലതായിരുന്നു. ക്രൈം റേറ്റ് വളരെ കുറവായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പാർക്കുകൾ ഉണ്ടായിരുന്നു. ആ പച്ചപ്പിനിടയിലൂടെ മണിക്കൂറുകളോളം നമുക്ക് നടക്കാം. അവിടുത്തെ ഗാർഡനുകളെല്ലാം കാട് പിടിച്ചതുപോലെ ഫ്രീ ആയിട്ടാണ് വളരുന്നത്. അവിടെ നല്ല കളർഫുൾ ആയിരുന്നു. നടക്കുന്ന വഴിയിലേക്ക് വളർന്നു വരുമ്പോൾ മാത്രമേ ഞാൻ അത് വെട്ടാറുള്ളൂ. ചെടികൾക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടുന്നത് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതൊന്നും അതല്ല. ഒരിക്കൽ രാത്രി അത്തരത്തിലുള്ള ഒരു ഗാർഡനിലൂടെ നടക്കുമ്പോഴാണ് ആദ്യമായി ഞാൻ ഫോർഡർ വില്ലയിലെ ആ ഒരു റൂള് തെറ്റിച്ചത്. പക്ഷെ അത് ആദ്യത്തെ തെറ്റായിരിക്കില്ല. ടീനേജ് പ്രായത്തില് എല്ലാവരും പോലെ ഞാനും കുറച്ച് കുസൃതികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. കഞ്ചാവ് വലിക്കുന്നതിനോ മറ്റോ പിടിക്കപ്പെട്ട ഒരു രാത്രി സിറ്റി ഹാളിൽ ഇരിക്കേണ്ടി വരും. പിറ്റേന്ന് പേടിച്ച് വരച്ച് വീട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചു പോവാം. അതൊന്നും അവിടുത്തെ ശരിക്കുള്ള നിയമങ്ങളായിരുന്നില്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരും പേടിക്കുന്ന ആ ഒരു നിയമം അത് മാത്രമായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വീട്ടിലെത്തണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോ എന്റെ പാരന്റ്സ് എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി. സമയം പോയത് അറിഞ്ഞില്ല. തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആകാശം ആകെ ചുവന്ന്. എന്റെ പാരന്റ്സിന്റെ മുഖത്ത് പേടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരെന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് എന്നെ പെട്ടെന്ന് കാറിലേക്ക് കയറ്റി. സ്പീഡ് ലിമിറ്റ് ഒക്കെ കടന്നിട്ടാണ് അവർ വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയത്. അന്ന് അതെനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ വളരെ കൊച്ചുകുട്ടിയായിരുന്നു. ഇന്റർനെറ്റ് ഒന്നുമില്ലാത്ത കാലമാണ്. ഫോർഡർ വില്ലയിലെ പുറത്തുനിന്ന് ആരോടും ഞാൻ സംസാരിച്ചിട്ടുമില്ല. ലോകം മുഴുവൻ ഇങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ പാരന്റ്സ് ഭയങ്കര ഓവർ കെയറിങ് ആണെന്ന്. പക്ഷെ അന്ന് രാത്രി ഞാൻ എന്തുകൊണ്ടാണ് അത്രയും വൈകിപ്പോയത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പെൺകുട്ടിയെ കാണാൻ പോയതാണെന്ന് തോന്നുന്നു. ഒരു ഭംഗിയുള്ള പെൺകുട്ടിയെ ആ പാർക്കിൽ കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു പാവം പയ്യനായിരുന്നു ഞാൻ. അവിടുത്തെ നിയമങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പൂക്കളൊന്നും പറിക്കില്ല. സ്നേഹത്തിൽ അങ്ങനെ മുങ്ങി നടക്കുമ്പോൾ ചുറ്റുമുള്ള നിഴലുകൾക്ക് നീളം കൂടുന്നത് വരെ വൈകിയെന്ന് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു. ഐസ് ഇൻ മൈ ബ്ലഡ് എന്ന് പറയുന്നത് പോലെ ഒരവസ്ഥ. ഞാൻ സേഫ് അല്ലെന്നൊരു തോന്നൽ. ഞാൻ തനിച്ച്, ചുറ്റും കുറേ ചെടികൾ മാത്രം. സൂര്യൻ അസ്തമിക്കാണ്. എൻ്റെ ഗേൾ ഫ്രണ്ടോ പാരൻസോ എന്നെ കെയർ ചെയ്യുന്ന ആരും ഇല്ലാത്ത ഒരിടത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. അതിനു മുമ്പ് ഒരിക്കൽ പോലും ഇരുട്ടിയ ശേഷം ഞാൻ പുറത്ത് നടന്നിട്ടില്ല. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ശരിക്കും പേടിയായി. ഞാൻ ഓടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഫോർഡർ വില്ലെ അത്ര മോശം സ്ഥലമല്ലായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ പുറത്ത് നിൽക്കാൻ പാടില്ല. പക്ഷെ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സിറ്റിയിൽ അവിടെ എവിടെയായി ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിരുന്നു. ബസ് സ്റ്റാൻഡ് പോലെയുള്ള ചെറിയ സ്ഥലങ്ങൾ, രാത്രിയിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. എല്ലാ റോഡുകളിലും പാർക്കിനടുത്തൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. 2-3 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ കാണൂ. പക്ഷെ എനിക്കത് മതിയായിരുന്നു. ഏറ്റവും അടുത്തുള്ള ഷെൽട്ടറിലെത്താൻ എനിക്ക് കുറച്ച് മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നിഴലുകൾക്ക് നല്ല നീളം വന്നിരുന്നു. ആകാശം പർപ്പിൾ ബ്ലൂ കളറിലേക്ക് മാറുന്നതും നക്ഷത്രങ്ങൾ ചെറിയ കണ്ണുകൾ പോലെ തിളങ്ങുന്നതും കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പേടി വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പഴയ കുട്ടിക്കാലത്തെ പേടി വീണ്ടും വരുന്നുണ്ടായിരുന്നു. പണ്ട് അമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന ഒരു ചെറിയ ജീവിയെ പോലെ എനിക്ക് തോന്നി. എങ്ങനെയെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ കയറി കൂടിയാൽ മതിയെന്നായിരുന്നു. ആ ഷെൽട്ടറുകൾ അത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. 4 ചെറിയ ഭിത്തികളും ഒരു വാതിലും മാത്രമുള്ള ഒരു ഔട്ട് ഹൗസ് പോലെയായിരുന്നു അത്. പക്ഷെ ആ വാതിൽ ലോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ വേഗത്തിൽ അകത്ത് കയറി ആ വാതിൽ വലിച്ചടച്ചപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വാതിൽ നല്ല ശക്തിയിൽ അടച്ചതുകൊണ്ട് ആ ഷെൽട്ടർ ഒന്ന് കുലുങ്ങിപ്പോയി. ഞാൻ ആ വാതിലിൽ ചാരി താഴെയിരുന്നു. ഇനി സേഫാണ്. രാവിലെ വീട്ടിൽ പോയാൽ പാരൻസ് വഴക്ക് പറയും. പക്ഷെ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുമല്ലോ. അപ്പം ഞാൻ എന്നെ തന്നെ കളിയാക്കി. എന്തിനെങ്ങനെ പേടിക്കുന്നത്? കുട്ടികളല്ലേ ഇരുട്ടിനെ പേടിക്കണ്ടേ?
ഇത് ഫോർഡർവില്ലേ അല്ലേ? ഇവിടെ എല്ലാം സേഫാണ്. എനിക്ക് വേണമെങ്കിൽ നടന്ന് വീട്ടിൽ പോവായിരുന്നു. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ കട്ടിലിൽ കിടന്നു. നേരം വെളുക്കാൻ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് പുറത്ത് ആരോ ഓടി വന്ന ശബ്ദം കേട്ടത്. ഒരാൾ നിയന്ത്രണം വിട്ട് ആ വാതിലിലേക്ക് വന്ന് ഇടിച്ചു. പ്ലീസ്, അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. പ്ലീസ്, എനിക്കറിയാം, പക്ഷെ പ്ലീസ് ഒന്ന് തുറക്ക്. ഞാൻ രണ്ടാമത് ആലോചിച്ചില്ല, വേഗം വാതിൽ തുറന്നു. ആൾ പെട്ടെന്ന് അകത്തേക്ക് കയറി. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഭിത്തിയിൽ ചാരിയിരുന്നു. വേഗം ലോക്ക് ചെയ്യേ, അവർ പറഞ്ഞു. ഞാൻ ലോക്ക് ഇട്ടു. നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? ഞാൻ ചോദിച്ചു. അവർക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ചോദിച്ചു. അവർക്ക് വലിയ പരിക്കൊന്നും ഉള്ളതായി തോന്നിയില്ല, പക്ഷെ ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല ഉയരമുള്ള മെലിഞ്ഞ ഒരാൾ, നീളമുള്ള നേരായ മുടി. ആ ഷെൽട്ടറിൽ വെളിച്ചം വളരെ കുറവായിരുന്നു. ചെറിയ വിൻഡോയിലൂടെ വരുന്ന വെളിച്ചത്തിൽ അവരുടെ കണ്ണുകൾ വലുതായും വിചിത്രമായും തോന്നി. അവരെന്നെ നോക്കിയിട്ട് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. ഐ ഫൈൻ, അവർ പറഞ്ഞു. പിന്നൊന്നും പറഞ്ഞില്ല. ഭിത്തിയിൽ കൈകെട്ടി ചാരി നിന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഞാൻ കുറച്ചു നേരം ആലോചിച്ചോട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനെയാണ് പേടിച്ചോടിയത്? അയാൾ എന്നെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, രാത്രിയെ. അത് നിങ്ങൾക്ക് കണ്ടൂടെ? ആ മറുപടി കേട്ടപ്പോൾ ഞാൻ വാടച്ചു. എനിക്ക് ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. ആ ഷെൽട്ടറിൽ ക്ലോക്കൊന്നുമില്ല. മിനിറ്റുകളോ മണിക്കൂറുകളോ ഞങ്ങൾ അവിടെ മിണ്ടാതെയിരുന്നു. ആ രാത്രിയിലെ അപകടങ്ങളെ നേരിടുന്നതായിരുന്നു ഇതിലും നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഏകദേശം ഉറക്കത്തിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോഴാണ് ആ നിലവിളി കേട്ടത്. അതൊരു ഭയങ്കരമായ കരച്ചിലായിരുന്നു. ഏതോ ഒരു സ്ത്രീ വേദന കൊണ്ട് നിലവിളിക്കുന്നത് പോലെ. ഞാൻ അറിയാതെ തന്നെ ചാടി എഴുന്നേറ്റ് വാതിലിൻ്റെ അടുത്തെത്തി. ഞാൻ വാതിൽ തുറക്കാൻ തുടങ്ങിയതും ആ അപരിചിതൻ എൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. നല്ല സ്ട്രോങ് ആയ പിടുത്തം. അവരുടെ തൊലി നല്ല തണുത്തതായിരുന്നു. നഖങ്ങൾ എൻ്റെ സ്കിന്നിൽ ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. വേണ്ട, അവർ പറഞ്ഞു. നിങ്ങൾക്ക് ഭ്രാന്താണോ? അവിടെ ആരോ എന്ന് ഞാൻ പറഞ്ഞതും മിണ്ടാതെ ഇരിക്കും, എന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്ക് എന്ന് പറഞ്ഞ് അവരെന്നെ വാതിൽ നിന്ന് വലിച്ചു മാറ്റി. ഞാൻ നല്ല ഹെൽത്തി ആയ ഒരു യുവാവാണ്, പക്ഷേ അയാൾക്ക് ഭയങ്കര പവർ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ നിലവിളി വീണ്ടും കേട്ടത്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കുതറാൻ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ മെമ്മറിയിൽ ആ ശബ്ദം നേരത്തെ കേട്ടതുപോലെ തോന്നി. അതേ നിലവിളി, ഒരു റെക്കോർഡിംഗ് വീണ്ടും പ്ലേ ചെയ്യുന്നത് പോലെ, അക്ഷരം പ്രതി അതേ ശബ്ദം. ഞാൻ മരവിച്ചു പോയി. എൻ്റെ ശ്വാസം മുഴുവൻ നിലച്ചു. വീണ്ടും അതേ ശബ്ദം. ഇത്തവണ അത് കുറച്ചുകൂടി തണുത്തതും വിചിത്രമായിരുന്നു. എന്തോ ഒരു ഡിസ്റ്റോർഷൻ അതിൽ തോന്നി. ആ അപരിചിതൻ എൻ്റെ കൈവിട്ടു. ഞാൻ വാതിൽ തുറന്നില്ല. പകരം പതുക്കെ കട്ടിലേക്ക് തളർന്നിരുന്നു. എൻ്റെ കൈകൾ വരയ്ക്കുന്നുണ്ടായിരുന്നു. ആ അപരിചിതനും ടെൻഷനിലാണ്, പക്ഷെ അവരത് പുറത്ത് കാണിക്കാതെ വാതിലിലേക്കും ജനലിലേക്കും നോക്കി നിൽക്കുകയാണ്. നീ എപ്പോഴെങ്കിലും ആംഗ്ലർ ഫിഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവരെന്നെ നോക്കി ചോദിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്കറിയണമെന്നില്ലായിരുന്നു. ഞാൻ എന്തുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഒന്നുറപ്പാണ്, നിങ്ങളാണെങ്കിലും അന്ന് ആ വാതിൽ തുറക്കില്ലായിരുന്നു. ആ കോൾഡായിട്ടുള്ള സ്ക്രീമിങ് കേട്ടിട്ട് അതെന്താണെന്ന് പുറത്തിറങ്ങി നോക്കാൻ മാത്രം ധൈര്യമുള്ളവർ അധികം ഉണ്ടാവില്ല. ഇത്തരം സംശയങ്ങളൊക്കെ പകൽ വെളിച്ചത്തിൽ സ്വന്തം വീട്ടിലിരുന്ന് ചോദിക്കാനുള്ളതാണ്. നമ്മളിവിടെ സേഫാണോ? ഞാൻ ചോദിച്ചു. നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നിയ ആ ഭിത്തികൾക്ക് ഇപ്പോൾ വെറും പേപ്പറിൻ്റെ ബലം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി. ആ അപരിചിതൻ എന്നെ ഒന്നും കൂടെ നോക്കി. ഇപ്പോഴും അവരത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല. ആ വിചിത്രമായ കണ്ണുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ എൻ്റെ പേടി കണ്ടിട്ടാവാം അവരുടെ മുഖം അല്പം ഒന്ന് സോഫ്റ്റായി. ഇതിനൊക്കെ വേണ്ടിയാണ് ഈ ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അവർ പറഞ്ഞു. സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ വാതിൽ തുറക്കാതിരുന്നാൽ നമ്മൾ ഓക്കെ ആയിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. എനിക്കിനി ഉറങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു. ഗുഹയുടെ കവാടത്തിൽ കാവു നിൽക്കുന്ന ഒരു ആദിമ മനുഷ്യനെ പോലെ എനിക്ക് തോന്നി. പുറത്തെ കാട്ടിൽ എന്തെങ്കിലും അനക്കം കേട്ടാൽ അത് പുലിയോ കടുവയോ ആണെന്ന് പേടിക്കുന്ന അവസ്ഥ. കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലാതെ ആരോ ഒരാളുടെ കൂടെ ഈ ചെറിയ ഷെൽട്ടറിൽ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരുന്നത് കൊണ്ട് വിൻഡോയുടെ അപ്പുറത്ത് എന്തോ ഒരു അനക്കം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അവരെന്നെ തടഞ്ഞു. ആർക്കിതിനെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ ഈഗോ ഒന്നും നോക്കാതെ ഞാൻ മിണ്ടാതെ ഇരുന്നു. എന്തിനെങ്കിലും പേടിച്ച് ചാവുന്നത് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ആ ചെറിയ വിൻഡോയിലേക്ക് തന്നെ നോക്കി നിന്നു. എൻ്റെ തോന്നലാണോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ അനക്കം വീണ്ടും കണ്ടത്. ഞാൻ ആകെ പേടിച്ച് വിറച്ചു. വിൻഡോയുടെ പുറത്ത് ആരോ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല.
വെറൊരു നിഴൽ മാത്രം. നടന്നു പോകുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ആ ഗ്ലാസ്സിന് പിന്നിൽ നിഴലുകൾ മാറുന്നത് കാണാം. പേടി കാരണം എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായില്ല. ആംഗ്ലർ ഫിഷ് എന്നെൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ആ അപരിചിതനും പതുക്കെ ആംഗ്ലർ ഫിഷ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടാതെയിരുന്നു. ആകാശത്ത് നല്ല നിലാവുണ്ടായിട്ടും വെളിച്ചൊന്നും ഉള്ളിലേക്ക് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നിഴലുകൾ പോവുകയും നിലാവ് തിരിച്ചു വരികയും ചെയ്തപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. പുറത്ത് കുടുങ്ങി പോകാൻ പറ്റിയ ഏറ്റവും മോശം രാത്രിയാണിത്, ആ അപരിചിതൻ പറഞ്ഞു. ഞാൻ അവരെ നോക്കി. എനിക്കൊരു കാര്യം അപ്പോഴാണ് തോന്നിയത്. ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ മുമ്പ് കാണാത്തത്? ഫോർഡർവില്ലെ അത്ര വലിയ ടൗണൊന്നുമല്ല. എല്ലാവരെയും അറിയില്ലെങ്കിലും അത്യാവശ്യം എല്ലാവരെയും കണ്ടുപരിചയം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവരെ ഞാൻ കണ്ടിട്ടേയില്ല. ആ സമയത്ത് അവരുടെ പേരോ വിവരങ്ങളോ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. എന്താ അങ്ങനെ? ഞാൻ ചോദിച്ചു. അവർ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മോശം രാത്രിയാണ്, പുറത്ത് കുറേ ആളുകളുണ്ട്. അകത്തിരിക്കുന്നതായിരുന്നു നല്ലത്. നിയമങ്ങൾ അനുസരിക്കണമായിരുന്നു. ആളുകളെന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിച്ചു. പക്ഷെ അവരെന്നെ പുച്ഛത്തോടൊന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. നിന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ? അവർ ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ ഇരുന്നു. രാവിലെ ജീവനോട് പുറത്തിറങ്ങിയ പാരൻസിനോട് ഇതെല്ലാം ചോദിക്കണമെന്ന് ഞാൻ ഓർപ്പിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത്രയും വൈകി പുറത്തിറങ്ങിയത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരാളെ വിസിറ്റ് ചെയ്യാൻ പോയതാണ് എന്ന് മാത്രം അവർ പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ല. അവർക്ക് പറയാൻ താല്പര്യമില്ലാത്തതാണോ അതോ സാധാരണ ഇങ്ങനെയാണോ സംസാരിക്കാറുള്ളത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവരെന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടല്ലോ, അത് മതിയായിരുന്നു. സമയം എത്രയായെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലിൽ 3 തവണ ആരോ മുട്ടി. ഒരു പുരുഷൻ്റെ ശബ്ദം. വളരെ പ്രൊഫഷണലായിട്ട് ചോദിച്ചു, നിങ്ങളകത്ത് സേഫാണോ? മറ്റൊരു മനുഷ്യൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒരു പോലീസ് ഓഫീസറുടെ ശബ്ദം കേട്ടപ്പോൾ ഈ പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് മോചനം കിട്ടിയതുപോലെ തോന്നി. അതെ ഓഫീസർ, ഞങ്ങളിവിടെ സേഫാണ്, ഞാൻ മറുപടി പറഞ്ഞു. പക്ഷെ എൻ്റെ കൂടെയുള്ള ആൾ പെട്ടെന്ന് ടെൻഷൻ അടിച്ചു. അവർ വാതിലിലേക്ക് സൂക്ഷിച്ചു നോക്കി. വാതിൽ തുറക്കരുത്. അവർ വളരെ പതുക്കെ മന്ത്രിച്ചു. എന്താ, അതൊരു പോലീസ് ഓഫീസറാണല്ലോ, ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ ആംഗ്ലർ ഫിഷിൻ്റെ കാര്യം ഓർത്തത്. വീണ്ടും മുട്ട് കേട്ടു. ഞാനൊന്ന് അകത്ത് കയറി നോക്കട്ടെ, പുറത്തുള്ള ആൾ ചോദിച്ചു. ആ ശബ്ദം കേൾക്കാൻ വളരെ നോർമലായിരുന്നു. നേരത്തെ കേട്ട ആ നിലവിളി പോലെയുള്ള യാതൊരു വിചിത്രമായ മാറ്റവും അതിലില്ല. വീട്ടിൽ പോകാൻ സമയം നോക്കി നിൽക്കുന്ന ഒരു സാധാരണ പോലീസ് ഓഫീസറുടെ ശബ്ദം. പക്ഷെ എനിക്കൊരു പേടി തോന്നി. എൻ്റെ അച്ഛൻ ഫോർഡർവില്ലയിലെ ഒരു പോലീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മിക്ക എല്ലാവരെയും എനിക്കറിയാം. പക്ഷെ ഈ ശബ്ദം എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒന്നായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ വാതിലിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഹലോ, ആ പോലീസ് ഓഫീസറുടെ ശബ്ദത്തിൽ ഇപ്പോൾ ദേഷ്യം കലർന്നിരുന്നു. ഈ വാതിലൊന്ന് തുറന്നേ. ആ അപരിചിതനും ഞാനും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പുറത്ത് നിന്ന് ഒരു കുറുകൽ ശബ്ദം കേട്ടു. നല്ല കടുപ്പമുള്ള ദേഷ്യം പിടിച്ച ശബ്ദം. വാതിൽ മുട്ടുന്നതിൻ്റെ വേഗതയും ശക്തിയും കൂടി. എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, വാതിൽ തുറക്ക്. കുറച്ച് നേരം കൂടി ഞങ്ങൾ മിണ്ടാതെ ഇരുന്നു. അപ്പോൾ പുറത്തുള്ള ആ ജീവി ഒന്ന് ചീറ്റി. അതൊരു മനുഷ്യൻ ചീറ്റുന്നത് പോലെയല്ല, ഒരു പാമ്പ് ചീറ്റുന്നത് പോലെയല്ല. ഉണങ്ങിയ പല്ലിനടിയിലൂടെ കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു വിചിത്രമായ ശബ്ദം. പിന്നെ അത് നടന്നു പോകുന്ന ശബ്ദം കേട്ടു. അത് നേരത്തെ കേട്ട സാധനം തന്നെയാണോ? ഞാൻ ചോദിച്ചു. ആ അപരിചിതൻ കൈ മലർത്തി. ഞങ്ങൾ പിന്നെ സംസാരിച്ചില്ല. എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. ആ കട്ടിലയിൽ ഇരുന്ന് പേടിയോടെ ഞാൻ വാതിലിലേക്കും ജനലിലേക്കും നോക്കി. ഒരു ഇടി കിട്ടിയാൽ തകർന്നു പോകുന്ന വിൻഡോകൾ. സാധാരണ വർത്തമാനങ്ങളൊക്കെ വെളിച്ചുള്ള ലോകത്തിന് വേണ്ടിയുള്ളതാണ്, എനിക്ക് മനസ്സിലാകുന്ന ആ പഴയ ലോകത്തിന്. പക്ഷേ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പേടിയുടെ ഇടയിലും എനിക്ക് കുറച്ച് ബോറടിക്കാൻ തുടങ്ങി. ഒരു കാര്യം തന്നെ കുറേ നേരം അനുഭവിച്ചാൽ നമ്മൾ അതിനോട് ശീലമാകുമല്ലോ. ആ ഷെൽട്ടറിൽ ഒരു ചെറിയ ഷെൽഫ് ഉണ്ടായിരുന്നു. അതിലൊരു ഒഴിഞ്ഞ ഉപ്പിൻ്റെ കണ്ടെയ്നറും പിന്നെ ഒരു ചെറിയ ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വില കുറഞ്ഞ നോവലായിരുന്നു. ഞാൻ ആ ഉപ്പുപാത്രം കയ്യിലെടുത്തു. എന്തുകൊണ്ടോ അത് കയ്യിൽ വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പണ്ട് അമ്മ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർത്തു. ഉപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കയ്യിൽ വെച്ചോ, ആ അപരിചിതൻ പറഞ്ഞു. അവരിപ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവരെന്നെയും ആ ഉപ്പുപാത്രത്തെയും ഒരു വിചിത്രമായ നോട്ടം നോക്കി. നമുക്കിത് അത്യാവശ്യം വരും, അവർ പറഞ്ഞു. എന്തിനാണെന്ന് പറയാമോ? ഞാൻ ചോദിച്ചെങ്കിലും അവർ മറുപടി തന്നില്ല. ജസ്റ്റ് കയ്യിൽ വെക്കി, ഒരു സേഫ്റ്റിക്ക്, അവരാവർത്തിച്ചു. ഞാൻ ആ നോവൽ തുറന്ന് വായിക്കാൻ തുടങ്ങി.
അതിൻ്റെ പേജുകളൊക്കെ കീറി പറഞ്ഞിരുന്നെങ്കിലും വായിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ഏകദേശം 4/1 വായിച്ചു തീർത്തപ്പോഴാണ് ആ വലിയ ശബ്ദം കേട്ടത്. ഷെൽട്ടറിൻ്റെ റൂഫിൻ്റെ മുകളിൽ എന്തോ വന്ന് വീണു. ഞാൻ പേടിച്ച് ബുക്ക് താഴെ ഇട്ടു. ആ അപരിചിതൻ എന്നെ പിടിച്ചിരുത്തി. വെയിറ്റ് ചെയ്യേ, അവർ പറഞ്ഞു. പക്ഷെ അവരുടെ കണ്ണുകൾ നേരത്തേക്കാൾ വികസിച്ചിരുന്നു. റൂഫിന് മുകളിൽ എന്തോ വലിയ സാധനം നടക്കുന്നത് ഞാൻ കേട്ടു. വലിയ നഖങ്ങൾ കൊണ്ട് പൂറുന്ന ശബ്ദം. ലോകം തന്നെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്നത് പോലെ തോന്നി. പിന്നെ ഒരു വലിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദത്തോടെ ആ സാധനം അവിടെ നിന്ന് പോയി. ഞാൻ ഇനി ഒരിക്കലും രാത്രി പുറത്തിറങ്ങിയില്ല, ഞാൻ പതുക്കെ പറഞ്ഞു. ആ അപരിചിതൻ ചിരിച്ചില്ല, പക്ഷെ ഒരു ചെറിയ മൂളൽ കേട്ടു. ആ ഇരുട്ടിൽ ഞങ്ങൾ കുറച്ചു നേരം കാത്തിരുന്നു. നേരത്തെ കേട്ട അതേ നിലവിളി ദൂരെ എവിടെയോ വീണ്ടും കേട്ടു. ബാക്കിയുള്ളവരൊക്കെ വീടിനുള്ളിൽ സേഫ് ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. പിന്നെ കുതിരകളുടെ കഴുത്തിലെ ബെല്ലുകൾ മുഴുകുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ഒരുപാട് കുതിരകൾ ഒന്നിച്ചോടുന്നത് പോലെ. അപ്പോൾ ആ അപരിചിതൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ആ കുതിര സവാരിക്കാർ പോകുന്നത് വരെ ആ നിശബ്ദത തുടർന്നു. പലപ്പോഴും വിൻഡോയ്ക്ക് പുറത്തൊരു വിളറിയ മുഖം എന്നെ നോക്കുന്നത് പോലെ തോന്നി. പക്ഷെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇരുട്ട് മാത്രം. ഞാൻ ബുക്ക് വായിച്ച് തീരാറായപ്പോഴാണ് ആരോ ഓടി വരുന്ന ശബ്ദം കേട്ടത്. ഞാൻ തലയുയർത്തി നോക്കിയില്ല. എൻ്റെ മനസ്സിൽ ആ ആംഗ്ലർ ഫിഷിനെ ഓർമ്മയുണ്ടായിരുന്നു. ഇതൊരു ചതിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തു വന്നാലും ഞാൻ വാതിൽ തുറക്കില്ലെന്ന് തീരുമാനിച്ചു. പക്ഷെ ആ തീരുമാനം പെട്ടെന്ന് മാറി. ആരോ വാതിലിൽ ഭ്രാന്തമായി തട്ടിക്കൊണ്ട് വിളിച്ചു, ഗ്രെഗറി. എൻ്റെ ഉള്ളിൽ നിന്നൊരു നിലവിളി വന്നു, അമ്മ. ആ അപരിചിതൻ വാതിലിന് മുന്നിൽ തടസ്സമായി നിന്നു. തുറക്കരുത്, അവർ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ ജനലിലേക്ക് നോക്കി. ഇതൊരു ട്രിക്കാണോ? അമ്മ വീണ്ടും കരഞ്ഞുകൊണ്ട് വിളിച്ചു, ഗ്രെഗറി പ്ലീസ്, എന്നെ ഒന്ന് അകത്ത് കയറ്റ്. ഞാൻ മുന്നോട്ട് നീങ്ങി. ആ അപരിചിതൻ ടെൻഷനായി. പക്ഷേ ഞാൻ വാതിൽ തുറക്കാനല്ല പോയത്. അമ്മ എന്തിനാ ഈ സമയത്ത് പുറത്തിറങ്ങിയത്? ഞാൻ വിളിച്ചു ചോദിച്ചു. അമ്മ കരച്ചിൽ നിർത്തി ഒന്ന് പോസ് ചെയ്തു. ഗ്രെഗറി, നീ എന്തേ ചോദിക്കുന്നത്? എനിക്ക് ഭയങ്കര ഗിൽറ്റ് തോന്നി. സ്വന്തം അമ്മയെ വിശ്വസിക്കാത്ത ഒരു മകൻ അമ്മ എന്തിനാ പുറത്തിറങ്ങിയതെന്ന് പറ. ഞാൻ വീണ്ടും ചോദിച്ചു. നിന്നെ തിരക്കി ഇറങ്ങിയതാണ്. നീ കാണാതായപ്പോൾ എനിക്ക് വല്ലാതെ പേടിയായി. നിന്റെ അച്ഛൻ ജോണത്തനും ഞാനും കൂടി. ഞാൻ പെട്ടെന്ന് നിശ്ചലായി. അമ്മ. എൻ്റെ ശബ്ദം മാറി. എൻ്റെ അമ്മ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജോണത്തനെന്ന് വിളിച്ചിട്ടില്ല. ജോ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. പേടിയോടൊപ്പം എൻ്റെ ഉള്ളിൽ വലിയൊരു ദേഷ്യം ഇരച്ചു കയറി. ആ സാധനം എന്താണെങ്കിലും ശരി, എൻ്റെ അമ്മയുടെ മുഖം ഉപയോഗിക്കാൻ അതിനെങ്ങനെ ധൈര്യം വന്നു? കുറച്ചും കൂടെ നല്ല രീതിയിൽ ട്രൈ ചെയ്യേ, ഞാൻ കട്ടിലിരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ആ ചതിക്കുഴിയിൽ ഞാൻ വീഴാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇത്തവണ അതിൻ്റെ പല്ലുകൾക്കിടയിൽ ഞാൻ പെടില്ല. ഞാൻ വാതിൽ തുറക്കില്ല. നേരത്തെ ആ പോലീസുകാരൻ ചെയ്തതുപോലെ അതൊരു ഗർജന നടത്തിയില്ല. എൻ്റെ അമ്മയല്ലാത്ത ആ രൂപം ആകെ കൺഫ്യൂഷനിലായതുപോലെ തോന്നി. വാതിൽ കുലുങ്ങുന്നതും അതിലടിക്കുന്നതും എനിക്ക് കേൾക്കായിരുന്നു. ഗ്രെഗറി പ്ലീസ്, ഇത് ഞാനാ. ഞാൻ എൻ്റെ ചുണ്ട് കടിച്ചമർത്തി ഒന്നും മിണ്ടാതെ ഇരുന്നു. പെട്ടെന്നൊരു ഗർജനം പോലെ ഒരു ശബ്ദം കേട്ടു. എൻ്റെ അമ്മയല്ലാത്ത ആ സാധനം വല്ലാതെ നിലവിളിക്കാനും വാതിലിൽ ശക്തിയായി ഇടിക്കാനും തുടങ്ങി. ഗ്രെഗറി പ്ലീസ്, എന്നെ ഒന്ന് അകത്ത് കയറ്റ്. അപ്പോൾ ആ അപരിചിതൻ എൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, അത് ചെയ്യരുത്. നീ നമ്മൾ 2 പേരെയും കൊല്ലും. ഞാൻ ആകെ മരവിച്ചു പോയി. എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ 2 ചെവികളും പൊത്തിപ്പിടിച്ച് കണ്ണടച്ച് ചുരുണ്ടുകൂടിയിരുന്നു. ആ നിലവിളിയും യാചനയും വാതിലിലെ ആ ഇടികളും ഇപ്പോഴും എനിക്ക് കേൾക്കാം. അതൊരിക്കലും അവസാനിക്കില്ലെന്ന് എനിക്ക് തോന്നി. വീണ്ടും ഒരു ഗർജനം കേട്ടു. പിന്നെ ഹൃദയം തകരുന്ന ഒരു വലിയ നിലവിളി. ഞാൻ ചെവി പൊത്തിയിരിക്കുകയായിരുന്നു. എങ്കിലും ഒരു നനഞ്ഞ മാംസത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. പിന്നെ അവിടെ ആകെ നിശബ്ദമായി. ഞാൻ പതുക്കെ കൈകൾ മാറ്റി. എന്തോ ഒന്ന് അതിൻ്റെ നഖങ്ങൾ വാതിലിലൂടെ താഴേക്ക് വലിച്ചു. എൻ്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. അതെൻ്റെ അമ്മയുടെ ശബ്ദമായിരുന്നു. പക്ഷെ അമ്മ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. ഞങ്ങൾ അകത്ത് കയറാൻ വേറെ വഴി നോക്കിക്കോളാം, ആ ശബ്ദം പറഞ്ഞു. അപ്പോൾ ആ അപരിചിതൻ എന്തോ ഒരു വിചിത്രമായ ഭാഷയിൽ സംസാരിച്ചു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആ ശബ്ദം ഭയങ്കര ഈറിയായിരുന്നു. പുറത്തുള്ള സാധനത്തിന് അത് കൃത്യമായി മനസ്സിലായെന്ന് തോന്നുന്നു. അത് വീണ്ടും ഗർജിച്ചു. അപ്പോഴും എൻ്റെ അമ്മയുടെ ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചത്. ഭിത്തികൾ കൊലുങ്ങുന്നത് പോലെ ആ വാതിലില് ഒരിടിയും കൂടെ ഇടിച്ചിട്ട് അത് നടന്നു പോകുന്നത് ഞാൻ കേട്ടു. രാവിലെ വരെ പിന്നെ ഒരു അനക്കം ഉണ്ടായില്ല.
ആ അപരിചിതൻ എഴുന്നേറ്റപ്പോൾ മാത്രമാണ് ഞാൻ അനങ്ങിയത്. അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു എലിയെ പോലെ ഞാൻ അവരെ ഫോളോ ചെയ്തു. മുങ്ങിത്താഴ്ന്ന ഒരാൾക്ക് ലൈഫ് ബോട്ട് കിട്ടിയതുപോലെയാണ് ആ ഒരു പുലർച്ചെ എനിക്ക് ഫീൽ ചെയ്തത്. ആ ചാര നിറത്തിലുള്ള വെളിച്ചത്തില് സാധാരണ റോഡുകൾ കണ്ടപ്പോൾ എല്ലാവരും സ്വപ്നമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ ആ റോഡിൽ മുട്ടുകുത്തിയിരുന്നു. റോഡിന്റെ ഉറപ്പൊന്നറിയാൻ ഞാൻ അവിടെ എൻ്റെ കൈകൾ അമർത്തി. ആ അപരിചിതം നടന്നു പോകുന്ന കണ്ടപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചു, ഹേ. വെളിച്ചത്തിൽ അവര് കുറച്ചും കൂടെ നോർമലായി തോന്നി. കണ്ണുകളിലെ ആ ഇരുട്ടും ആ ഒരു വിചിത്രതയും ഒക്കെ കുറഞ്ഞതുപോലെ. ഞാൻ നിങ്ങളെ വീട് വരെ വിടാം. നിങ്ങൾ സേഫായി എത്തിയെന്ന് എനിക്ക് ഉറപ്പിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിന് എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണിത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തനിച്ചായിരുന്നെങ്കിൽ, ഞാൻ ആ വാതിൽ തുറന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? ആ ചിന്തകളിൽ നിന്നൊക്കെ എൻ്റെ മനസ്സ് ഓടി മാറാൻ നോക്കി. ആംഗ്ലർ ഫിഷിന്റെ വായിൽ പെടാതെ രക്ഷപ്പെട്ടല്ലോ, അത് മതി, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അവർ എന്നെ നോക്കിയൊന്ന് തലയാട്ടി. ഒരു ഉപകാരത്തിന് പകരം മറ്റൊരു ഉപകാരം, അതാണ് ശരി. അവർ നന്ദിയൊന്നും പറഞ്ഞില്ല. അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഞങ്ങൾ മിണ്ടാതെ നടന്നു. ഫോർഡർവില്ലെ പതിയെ ഉണരായിരുന്നു. കടകളിലെ ലൈറ്റുകൾ തെളിയുന്നു, ആളുകൾ പട്ടിയെ നടത്തിക്കാൻ കൊണ്ടുപോകുന്നു. എല്ലാം എത്ര നോർമൽ. ഓരോ ഷെൽട്ടറുകളും കടന്നു പോകുമ്പോൾ ഞാൻ പേടിയോടൊന്ന് വിറയ്ക്കും. ഇതെല്ലാം എൻ്റെ സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ നിലവിളിയും നിഴലുകളും അമ്മ മരിക്കുന്നത് പോലെ അഭിനയിച്ച ആ രൂപവും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ ചെയ്തത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് അമ്മയല്ലാന്ന് എനിക്ക് അറിയായിരുന്നു. എങ്കിലും ഞാൻ ഒരു ഭീരുവാണെന്ന് എനിക്ക് തോന്നി. നീ ഒരു ഭീരുവല്ല, ആ അപരിചിതം പറഞ്ഞു. പകൽ വെളിച്ചത്തിൽ അവരുടെ ശബ്ദത്തിന് കുറച്ച് മാറ്റമുണ്ട്. നിന്റെ ജീവൻ രക്ഷിക്കാനാണ് നീ പ്രവർത്തിച്ചത്. അതാണ് ശരിയായ തീരുമാനം. അല്ലാതെ വെറുതെ മണ്ടത്തരം ചിന്തിച്ച് സങ്കടപ്പെടരുത്. ഞാൻ തലയാട്ടി. എന്തുകൊണ്ടോ എനിക്ക് അല്പം സമാധാനം തോന്നി. ഞങ്ങൾ നടത്തം തുടർന്നു. മറ്റൊരു ഷെൽട്ടറിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞാൻ കൈവീശി കാണിച്ചു. ആ രാത്രിയിൽ ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു കാണുമെന്ന് ഞാൻ ഓർത്തു. ആരും വാതിൽ തുറന്നു കാണില്ല എന്ന് ഞാൻ പ്രത്യാശിച്ചു. പെട്ടെന്ന് ആ അപരിചിതം നിന്നു. എവിടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്? ഞാൻ ഒന്ന് നോക്കി. അതൊരു വീടോ അപ്പാർട്ട്മെന്റ് ആയിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷെ അതൊരു പാർക്കായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ നടക്കാൻ പോയ പാർക്കിനേക്കാൾ കൂടുതൽ മരങ്ങളുള്ള ഒരു പാർക്ക്. മരങ്ങൾക്കിടയിലൂടെ പച്ച കലർന്ന ആ ചാര നിറത്തിലുള്ള നിഴലുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ആ പാർക്ക് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി തോന്നി. ഈ രാത്രി അനുഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇരുട്ടിനെ പേടിക്കുന്ന ഒരാളെയും ഞാൻ കുറ്റം പറയില്ല. കാരണം അത് അത്രയും പേടിപ്പിക്കുന്നതാ. എവിടെയാണ്? ഞാൻ ചോദിച്ചു. അവർ തലയാട്ടി എന്നെ ഒന്ന് നോക്കി. അടുത്ത തവണ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം, അവർ പറഞ്ഞു. അവരതെനിക്ക് വീണ്ടും പറഞ്ഞു തരേണ്ട കാര്യമില്ലായിരുന്നു, കാരണം അത്രയും ഞാൻ പേടിച്ചിരിക്കുക. പക്ഷെ അവർ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായില്ല. ഇതൊരു നല്ല സ്ഥലമാണ്, പക്ഷെ ഇവിടെ ചില നിയമങ്ങളുണ്ട്. ഇതിങ്ങനെ തന്നെ തുടരണമെങ്കിൽ നമ്മൾ എല്ലാവരും ആ റൂള് ഫോളോ ചെയ്യണം. അവർ മുന്നോട്ട് വന്ന് എൻ്റെ നെഞ്ചത്തൊന്ന് തട്ടി. അവർക്കിപ്പോഴും നല്ല കരുത്തുണ്ടായിരുന്നു. ഞാൻ ഒന്ന് പിന്നിലോട്ട് വെച്ചുപോയി. ഞാൻ ഒന്ന് തല താഴ്ത്തി അവരുടെ കയ്യിലേക്ക് നോക്കി. തൊട്ട് മുന്നിൽ അവർ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ സൈഡിലൂടെ അവരുടെ ഷൂസ് എനിക്ക് കാണാമായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ ആരുമില്ല. ആ സ്ട്രീറ്റ് ആകെ വിജനമായിരുന്നു. ഞാൻ പതുക്കെ തിരിഞ്ഞ് ആ കാട്ടിലേക്ക് നോക്കി. ഇരുട്ട് നിറഞ്ഞ ആ പച്ചക്കാട്, പകൽ വെളിച്ചത്തും ആ മരക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇരുട്ടൊളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ആ കാടിനെ നോക്കി റെസ്പെക്റ്റോടെ ഒന്ന് വണങ്ങി. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു.